യൂസുഫ് സഗീർ, നമുക്ക് വയ്യ റഹീമിനോട് തന്നെ ചോദിക്കാം. വയ്യ റഹീം, കൃത്യമായ മോണിറ്ററിംഗിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു കമ്പനിയുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളത്? കൃത്യമായ ഒരു ബിഡ് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടോ? കൃത്യമായ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണോ കരാർ പ്രക്രിയകൾ മുന്നോട്ട് പോയത്? തീർച്ചയായുമാണ്. ഏകദേശം 4 കമ്പനികൾ ഇതിനകത്ത് കൊട്ടേഷൻ വിളിച്ച് അവർ വന്ന ശേഷം അവരുമായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ മാനേജിംഗ് കമ്മിറ്റി വളരെ സമയമെടുത്ത് തന്നെ 3 ആഴ്ച കാലം എടുത്ത് ചർച്ച ചെയ്ത ശേഷമാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ കമ്പനിയും നഷ്ടത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഇതിനകത്ത് ബിഡ് ചെയ്തിട്ടില്ല. അതുപോലെ അതിന്റെ അങ്ങേ കൊല്ലം വന്ന കമ്പനിയും ഇതിനകത്ത് ബിഡ് ചെയ്തിട്ടില്ല. ഇതിലുള്ള ഒരു പ്രത്യേക കാര്യം അതും തുറന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 19 അംഗങ്ങള് ശരിക്കും ഇത് മിസ്യൂസ് ചെയ്തതായിട്ടുള്ള ഒരു ഇത് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 700 രൂപ അടച്ചിട്ട് 25,000 മുതൽ 30,000 ദിർഹം വരെ അവര് ഇതിനകത്ത് ഈ മെഡിക്കൽ ഇതിൽ അവൈൽ ചെയ്തിരിക്കുന്നു. പക്ഷെ അത് നോക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയ്ക്കല്ല. അക്കോർഡിംഗ് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ആൻഡ് മെത്താക്കിനോട് നമ്മൾ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, ഇത് മിസ്യൂസ് ചെയ്യാനുള്ള യാതൊരു അവസരവും കൊടുക്കേണ്ട. യഥാർത്ഥത്തിൽ രോഗമുള്ള ആൾക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമായി ഇതിനെ കാണണം. അതിന്റെ എല്ലാ പരിശോധനകളും നിങ്ങൾ തന്നെ നടത്തണമെന്ന് എഗ്രിമെന്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്പൊ നേരത്തെ ഹാരിസ് ഇതിനെ കുറിച്ച് ഒന്നും വ്യക്തമായി പഠിച്ചോ എന്ന് എനിക്കറിയില്ല. ഹാരിസിനോട് എനിക്കറിയാവുന്ന ആളാണ് ഹാരിസ്. കാരണം ഈ മീഡിയ വൺ തുടങ്ങിയ കാലം മുതൽ ഞാൻ അസോസിയേഷനുമായി സഹകരിക്കുന്ന ഒരു സംവിധാനം ഉള്ളതാണ്. ഇപ്പൊ തന്നെ അവർക്ക് 1 മില്യൺ നഷ്ടം വന്നു എന്നാണ് ഈ നെസ്കെയർ കമ്പനി മെത്താക്കും പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 550 രൂപയ്ക്ക് കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ കൊടുത്തിരുന്നു എങ്കിൽ ഈ അംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് 700 ആയിട്ട് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയിൽ നിന്ന് 300 ദിർഹം ഫണ്ടിൽ നിന്ന് നമ്മൾ അത് സംഭാവനയായിട്ട് സബ്സിഡൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നല്ലൊരു കമ്പനിക്ക് കൊടുക്കാം എന്ന നല്ല സതുദ്ദേശത്തോടു കൂടി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ഫുൾ മാനേജിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമാണ്. ഇതിലൊരു കാര്യമുള്ളത്, യൂസുഫ് പറഞ്ഞ മാതിരി ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ മെത്താക്കോ അല്ലെങ്കിൽ നെസ്കെയറോ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയെ എങ്ങനെയെങ്കിലും ഒതുക്കാം എന്ന്, അല്ലെങ്കിൽ ഇത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കാം എന്ന് ധരിച്ചാൽ അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമല്ല ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയ്ക്ക്. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ സ്പോൺസർ ഉൾപ്പെടെ ഞങ്ങളുടെ സംവിധാനങ്ങളെ ഒരു തരത്തിലും പറ്റിക്കാൻ ഈ നെസ്കെയറിനോ മെത്താക്കിനോ കഴിയില്ല. അംഗങ്ങളെ സംബന്ധിച്ചോളം ഈ 400 രൂപ അവർ തന്നതിന് 1 രൂപ പോലും അവർക്ക് നഷ്ടപ്പെടാത്ത തരത്തിലുള്ള അവർ മെഡിക്കൽ ഇൻഷുറൻസ് ഇവരുമായി കേസിന് പോവുകയാണെങ്കിൽ നമ്മൾ അത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നതായിരിക്കും. അതിനുപരി ഈ കമ്പനിയിൽ നിന്ന് ഈ കൊടുത്ത പൈസ പൂർണ്ണമായും വസൂലാക്കാനുള്ള നിയമയുദ്ധവുമായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വയ്യ റഹീം, കമ്പനി ആരോപിക്കുന്നത് അവർ അർഹരല്ലാത്ത ആളുകൾ ക്ലെയിം ചെയ്യുന്നത് മൂലം അവർക്ക് നഷ്ടമുണ്ടായി എന്നാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ അംഗങ്ങളിൽ നിന്ന് ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ അംഗങ്ങളിൽ ആരും തന്നെയും ഇത്തരത്തിലുള്ള മിസ്യൂസ് നടത്തിയിട്ടില്ല. അംഗങ്ങളല്ലാത്ത അസോസിയേഷനുമായി സഹകരിക്കുന്നവരെ ചേർത്തത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയല്ല. അവര് തന്നെ അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത സംഘടനകളെ കൂടി ചേർക്കണം എന്ന് നെസ്കെയറും മെത്താക്കും ആവശ്യപ്പെട്ടതനുസരിച്ച് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അവർ അത്തരത്തിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ തുക വസൂലാക്കാൻ അവർ ശ്രമിക്കുകയല്ലാതെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ അംഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഈ ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ ഒപ്പിട്ട കരാർ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി സ്റ്റഡി ചെയ്തുള്ള കരാറാണ് നമ്മൾ ഒപ്പിട്ടിട്ടുള്ളത്. ഒരു തരത്തിലും ഈ കമ്പനിക്ക് ഈ 1 വർഷം ഈ ഇത് തരാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കോടതി നിയമ നടപടി കോടതി സ്വീകരിക്കുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോർട്ട് തന്നെ ഈ അക്കോർഡിംഗ് ടു ദ കോൺട്രാക്ട് ഈ 1 വർഷം ഈ ഫുൾ ആയിട്ടുള്ള മെഡിക്കൽ കവറേജ് അംഗങ്ങൾക്ക് നൽകാനുള്ള കോൺട്രാക്ട് വ്യക്തമായി തന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവും വേണ്ട. ഈ 1 വർഷം 12 മാസക്കാലം ഈ നെസ്കെയർ എന്ന് പറയുന്ന കമ്പനി ഈ ഇൻഷുറൻസ് കവറേജ് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. റൈറ്റ്. യൂസുഫ് സഹീർ, യഥാർത്ഥത്തിൽ അസോസിയേഷനുമായി ബന്ധപ്പെടുന്നവരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നത് കമ്പനിയുടെ ആവശ്യമായിരുന്നു. അപ്പോൾ ക്ലെയിം ചെയ്യപ്പെടുന്നവരുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കേണ്ടത് കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ ബാധ്യത ചുമക്കുന്നത് അസോസിയേഷനാണ്. എങ്ങനെ സംഭവിക്കുന്നു ഇക്കാര്യം? അസോസിയേഷൻ ഇതിന്റെ മെമ്പേഴ്സിന് പറഞ്ഞെങ്കിൽ കൂടി തന്നെ അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അസോസിയേഷൻ അത് മൊത്തത്തിൽ എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കിയത്. ഇതിന്റെ മീഡിയേറ്റർ അല്ലെങ്കിൽ ഇതിന്റെ റെപ്രസെന്റേറ്റീവ് അസോസിയേഷനിൽ വന്ന് എല്ലാം ഇത് ഈ മെമ്പർഷിപ്പ് മീൻസ് ഈ കാർഡ് എടുത്തിട്ടുള്ള എല്ലാവരും വിളിച്ചിട്ട് എന്തൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റി വളരെ വസ്തുനിഷ്ഠമായി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും അതുപോലെ നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഓക്കെ അതില്ല ഇതില്ല ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്.
എന്നിട്ട് ഇപ്പൊ ഒരു മുട്ടാത്താപ്പാണ് ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും അത് വളരെയധികം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഒരു കമ്പനിക്ക് അറിയാം ഇത്ര ഒരു മാസീവായിട്ടുള്ള ഇതുപോലുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം അതിൽ ക്ലെയിം വരും, എത്രമാത്രം അതിൽ നമ്മൾക്ക് എൻഗേജ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് വൈ റഹീം കഴിഞ്ഞ തവണ 500 ചില്ലാനം ദിർഹംസിന് നടന്നിരുന്ന കാര്യമാണ് ഇത്തവണ 700 ചില്ലാനം ഇതിൽ വന്നത്. അതുകൊണ്ട് തന്നെ മെമ്പർമാരുടെ ഇടയിൽ മുറിവുറുപ്പുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമുക്കത് നടക്കട്ടെ എന്ന് വെച്ചിട്ട്, എന്നിട്ടും അത് കഴിഞ്ഞ കൊല്ലത്തല്ല കഴിഞ്ഞ എല്ലാ കാലങ്ങൾക്കാട്ടും വളരെയധികം ഫ്ലോപ്പായിട്ട് നടക്കുമ്പോൾ ഈ കമ്പനിക്ക് ക്രെഡിബിലിറ്റി ഇല്ലാത്തുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ്. തന്നെയല്ല, കമ്പനി കരുതി കൂട്ടി ഇപ്പോ നേരത്തെ വക്കീൽ റഹീം പറഞ്ഞ പോലെ വിളിച്ചിട്ട് പറയാ അതങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാർ ക്ലെയിം ചെയ്താൽ അങ്ങനെ കൊടുക്കുക. ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ പരിശോധിച്ചിട്ട് 25 റുപ്യാണ് അവര് കൺസൾട്ടേഷൻ വാങ്ങണത്. അതുപോലെ മരുന്ന് പറഞ്ഞാൽ 10% കൊടുത്താൽ മതി. ആ ഒരു അസുഖമില്ലാത്ത ആൾക്ക് മരുന്ന് എഴുതൂല്ലോ. പിന്നെ എന്തെങ്കിലും ടെസ്റ്റ് വന്നാൽ ടെസ്റ്റ് ആവശ്യമില്ലാണ്ട് ഡോക്ടർ എഴുതൂല്ലോ. പിന്നെ എങ്ങനെ മിസ്യൂസ് ചെയ്തെന്ന് പറയാ. അപ്പൊ തികച്ചും ഇതൊരു പ്ലാൻഡ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം അത് തട്ടിപ്പ് എന്ന് പറഞ്ഞത് അസോസിയേഷനല്ല നടത്തിയിട്ടുള്ളത്, ഈ കമ്പനിയാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ പേരിൽ തന്നെ ഇപ്പൊ നേരത്തെ റഹീം പറഞ്ഞ പോലെ തന്നെ തട്ടിപ്പ് കമ്പനി നടത്തി കഴിഞ്ഞാൽ യാതൊരു രക്ഷയില്ല, അവരെ നമ്മൾ വിടാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ ഞങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷമൊന്നുമില്ല, നമ്മൾ ഒന്നിച്ചു നിന്ന് അത് നേടിയെടുക്കും. റൈറ്റ് യൂസുഫ് സഗീർ. വൈ റഹീം വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, അസോസിയേഷനെ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാടില്ല, അത്തരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താൻ മീഡിയ വണ്ണും ആഗ്രഹിക്കുന്നില്ല, ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, 200 ദിർഹംസോളം കൂടുതൽ പ്രീമിയം തുകയ്ക്ക് വേണ്ടി ഒരു കമ്പനി വരുന്നു, അതിൽ കുറച്ച് കമ്പനികൾ നമുക്ക് ബിഡിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, എന്നിട്ടും കൂടിയ തുകയുടെ പ്രീമിയം ഉള്ളവർക്ക് നമ്മൾ ഈ പദ്ധതി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരും. ഇപ്പോൾ അവർ ക്ലെയിമുകളെ നിഷേധിച്ചുകൊണ്ട് ക്ലെയിമുകൾ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സംശയം ഉണർത്തുന്നത്. ഇതിലുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ 3 വർഷമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ആദ്യത്തെ വർഷം വെറും 300 ദിർഹമായിരുന്നു. ഒരുപാട് കംപ്ലൈന്റ് വന്നു. പിന്നത്തെ വർഷം നമ്മൾ 500 ചില്ലറയാക്കി. അതിൽ ഒത്തിരി മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കംപ്ലൈന്റ് വന്നു. കാരണം ഇവർ മരുന്ന് കൊടുക്കില്ല, ഇവർ തട്ടി കളിക്കുന്ന ഒരു സ്വഭാവം വന്നു ഇൻഷുറൻസുകാർ. നിങ്ങൾ തന്നെ മീഡിയ വൺ സൂചിപ്പിച്ചതുപോലെ ഇവരെങ്ങനെ ആളുകൾക്ക് സൗകര്യം കൊടുക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന പാർട്ടികളാണ് ഇൻഷുറൻസ് കമ്പനികൾ. അതുകൊണ്ട് തന്നെയും വളരെ ഈ നെക്സ്റ്റ് കെയർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കമ്പനിയാണെന്ന് അവർ ബോധ്യപ്പെടുത്തുകയും അവർക്ക് ഒരുപാട് പ്രീ ക്വാളിഫിക്കേഷൻസ്, ഒരുപാട് മിനിസ്ട്രിയുടെ പിന്നെ ജീവനക്കാർ ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ഉള്ള കോൺട്രാക്ട് ഒക്കെ കൊണ്ട് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എവരും ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ആ ഒരു സമീപനത്തെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന്, ഞങ്ങൾ അതിന് പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നുമില്ല. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് അറിയാം വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ എത്രയോ കോടി രൂപയുടെ ഓരോ വർഷവുമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ പോലും നടത്തുന്ന ഒരു വലിയ സംഘടനയാണ്. അങ്ങനെയാണ് മെമ്പർമാർക്കും അവർക്ക് ഇപ്പൊ അറിയാമല്ലോ, അസുഖം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉള്ളതാണ്. അവർക്ക് വളരെ തുച്ഛമായ ശമ്പളക്കാരാണ്. അവരെ സഹായിക്കാനാണ് 300 രൂപ ഇന്ത്യൻ അസോസിയേഷന്റെ ഫണ്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് 400 രൂപ അവരെ നിന്ന് വാങ്ങിച്ച് നല്ലൊരു കമ്പനിക്ക് കൊടുക്കാം എന്നതിൽ കൊടുത്തിട്ടുള്ളത്. ഈ കമ്പനി അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഈ കമ്പനിയെ കളി പഠിപ്പിക്കാനുള്ള എല്ലാ താക്കത്തുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. ഈ ഒരു വർഷം ഇവരെ കൊണ്ട് ഇത് കൊടുപ്പിക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിനുപരി ഇനി ഏതെങ്കിലും കാരണവശാൽ നിയമയുദ്ധം നീണ്ടാൽ ഈ 700 രൂപയുടെ കവറേജ് കൊടുത്തുകൊണ്ടും മറ്റൊരു കമ്പനിയെ കൊണ്ട് നല്ല കൊട്ടേഷൻ വിളിച്ച് ഇവർക്ക് കൊടുക്കുകയും ഈ പീരീഡിലുള്ള എന്ത് നഷ്ടമാണോ അസോസിയേഷൻ അംഗങ്ങൾക്ക് വരുന്നത് അത് കവർ ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഏർപ്പെടുത്തും. ഈ കമ്പനിയെ നെസ്കെയറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയോടെ കൂടെ കളിച്ചാൽ അവരുടെ കളി കമ്പനി അടയ്ക്കുന്നിടത്ത് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു നെറ്റ്വർക്ക് ആർക്കത്തിലുള്ളതാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന ഒരു വലിയ അസോസിയേഷനാണ്. ഈ അസോസിയേഷനെ പറ്റിക്കാമെന്ന് നെസ്കെയർ എന്ന് പറയുന്ന കമ്പനി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കമ്പനിയുടെ അധപ്പതനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന എന്റെ സൂചനയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത നിങ്ങളുടെ ഈ മീഡിയ വണ്ണിലെ വാർത്ത കൊണ്ട് തന്നെയും ഈ നെസ്കെയറും മെത്താക്കും എന്ന് പറഞ്ഞ ഈ 2 കമ്പനികളും അടച്ചുപൂട്ടാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഇന്ത്യക്ക് വെളിയിലുള്ള മലയാളികളുടെ ഒരു പ്രാതിനിധ്യം നിങ്ങൾക്കറിയാം. അവരാണ് ഈ ഇൻഷുറൻസ് കവറേജ് ഉപയോഗപ്പെടുത്തുന്നത്. ആ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായിട്ട് ഈ നെസ്കെയറിനും മെത്താക്കിനും എതിരായിട്ടുള്ള സമീപനമെടുക്കും. ഈ കമ്പനി ഇത് ചെയ്തില്ലെങ്കിൽ ഈ ഒരു വർഷം നഷ്ടം സഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഈ ഇൻഷുറൻസ് കമ്പനികൾ ചിലപ്പോൾ നഷ്ടം വരും, ലാഭം വരും, സ്വാഭാവികമല്ലേ. അപ്പൊ ആ അർത്ഥത്തിൽ നഷ്ടത്തിലാണെങ്കിൽ പോലും ഈ ഒരു വർഷം ഇൻഷുറൻസ് കവറേജ് കൊടുത്തില്ലെങ്കിൽ ഈ മെത്താക്കിന്റെയും നെസ്കെയറിന്റെയും അധപ്പതനം അല്ലെങ്കിൽ അന്ത്യം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. റൈറ്റ് വൈ റഹീം. ഒരിക്കൽ കൂടി ഹാരിസ് അരിക്കുളത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഹാരിസ്,
ഇക്കാര്യത്തിൽ പരാതിപ്പെട്ടവർ പരാതിയുമായി മുന്നോട്ട് വന്നവർ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ അംഗങ്ങൾ തന്നെയാണോ അതോ കമ്പനി തന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളെ വരിചേർത്തവരിൽപ്പെട്ടവരാണോ പരാതി ഉന്നയിച്ചത്? പ്രധാനമായും പരാതിയുമായി രംഗത്തെത്തിയത് കമ്പനിയുടെ ഇന്ത്യൻ അസോസിയേഷന്റെ അംഗങ്ങളല്ലാത്തവരാണ് പ്രധാനമായും നമ്മുടെ അടുത്ത് പരാതിയുമായി എത്തിയത്. പക്ഷേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അസോസിയേഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് അവർ നേരിട്ട് പറയാൻ തയ്യാറായില്ലെങ്കിലും അവർ ഉള്ളിൽ നടക്കുന്ന ഈ ചില മുറുമുറുപ്പുകളെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്ത മീഡിയ വണ്ണിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. ഒരിക്കലും ഇന്ത്യൻ അസോസിയേഷനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പിഴവ് ഉണ്ടായതായി പറയാനല്ല നമ്മൾ ഈ വാർത്ത കൊടുത്തത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ അസോസിയേഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ട് എന്നുള്ളത് അംഗീകരിക്കേണ്ട ഒരു വസ്തുതയായിട്ടാണ് മൊത്തത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തരാൻ പറ്റുന്ന വിവരങ്ങൾ. അജിംസ് ഹാരിസ് ഹരിക്കുളമാണ് വാർത്തയിൽ പ്രതികരിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിച്ചത് YA റഹീം, ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ്, അതുപോലെ മുതിർന്ന അംഗം യൂസുഫ് സഹീർ. വളരെയധികം നന്ദി YA റഹീം, യൂസുഫ് സഹീർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. ഈജിപ്തിലെ സൈനിക ഭരണകൂടത്തിനെതിരെ അൽ ജസീറ TV നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. തങ്ങളുടെ ജേർണലിസ്റ്റുകളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് അൽ ജസീറ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഈജിപ്ത് പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ പട്ടാളക്കാർ പുറത്താക്കിയതിനു ശേഷം അൽ ജസീറയുടെ പ്രമുഖരായ പല ജേർണലിസ്റ്റുകളെയും ഈജിപ്ത് സർക്കാർ അറസ്റ്റ് ചെയ്തിരുന്നു. കേസൊന്നും ചാർജ് ചെയ്യാതെയാണ് പലരെയും ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അൽ ജസീറയുടെ ഓഫീസ് അടച്ചുപൂട്ടുക, ജേർണലിസ്റ്റുകളെ അനാവശ്യമായി ചോദ്യം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളുമായാണ് ഈജിപ്ത് പട്ടാളം മുന്നോട്ട് പോകുന്നതെന്ന് അൽ ജസീറ നൽകിയ പരാതിയിൽ പറയുന്നു. ഈജിപ്തിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷത്തിന്റെ നേർചിത്രങ്ങൾ പ്രക്ഷേപണം ചെയ്തതിനാൽ അൽ ജസീറയുടെ സിഗ്നലുകൾ കട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള സമീപനമാണ് സർക്കാർ ചെയ്തതെന്നും ഈ അവസ്ഥയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും അൽ ജസീറ വക്താവ് അറിയിച്ചു. സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തിന് വിലങ്ങ് വയ്ക്കുന്ന നടപടിയാണ് പട്ടാളം സ്വീകരിക്കുന്നത്. പട്ടാള ഭരണകൂടം തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാർത്ത കൊടുക്കുന്നവർക്ക് മാത്രമേ ഈജിപ്തിൽ പ്രവർത്തനാനുമതി നൽകുന്നുള്ളൂവെന്നും അൽ ജസീറ ആരോപിച്ചു. മീഡിയ 1, ഖത്തർ. ഈജിപ്തിനുള്ള കുവൈത്തിന്റെ ധനസഹായം ഈ മാസം തന്നെ കൈമാറിയേക്കും. $2 ബില്യൺ ഉടൻ തന്നെ ഈജിപ്ഷ്യൻ സെൻട്രൽ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് കുവൈത്ത് ബാങ്ക് അധികൃതരെ അറിയിച്ചതായി ബാങ്ക് ഗവർണർ ഹിഷാം റമീസിനെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഈജിപ്തിൽ മുർസി സർക്കാരിനെ താഴെയിറക്കി പുതിയ ഭരണകൂടം അധികാരമേറിയതോടെയാണ് സൗദി അറേബ്യയും UAEയും കുവൈത്തും $4 ബില്യൺ വീതം സഹായം പ്രഖ്യാപിച്ചത്. $2 ബില്യൺ ഈജിപ്ത് സെൻട്രൽ ബാങ്ക് വഴിയും $1 ബില്യൺ ഗ്രാൻഡായും $1 ബില്യൺ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമാണ് കുവൈത്ത് പ്രഖ്യാപിച്ചത്. നിതാഖാത്ത് നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു ഇളവും സൗദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ അംബാസിഡർ ഹാമിദ് അലി റാവു അറിയിച്ചു. നവംബർ 3-നകം ഇളവ് കാലാവധി ഉപയോഗപ്പെടുത്തണമെന്നും മീഡിയ 1 ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അംബാസിഡർ നിർദ്ദേശിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്ക് രാജ്യം വിടാൻ സൗദി ഭരണാധികാരി അബ്ദുല്ല രാജാവ് അനുവദിച്ച സമയപരിധി നവംബർ 3-ന് അവസാനിക്കാനിരിക്കെ അവസരം ഉപയോഗപ്പെടുത്താൻ ഒറ്റ ഇന്ത്യക്കാരനും മടിക്കരുതെന്ന് ഇന്ത്യൻ അംബാസഡർ ഹാമിദ് അലി റാവു നിർദ്ദേശിച്ചു. അവസരം ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്നവർ ഒടുവിൽ ഖേദിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മീഡിയ 1-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അംബാസഡർ ഇക്കാര്യം വ്യക്തമാക്കിയത്. 3rd November is the last date and I hear rumors that people say that it will be extended once again. That is not my understanding. The Saudi authorities have clearly told us, and indeed they have been very magnanimous, very gracious to have given the last extension. സമയപരിധി ഇനിയും നീട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. എന്നാൽ യാതൊരു നിലയ്ക്കും ഇനി അവസരം നൽകില്ലെന്ന വിവരമാണ് തങ്ങൾക്ക് ലഭ്യമായതെന്നും അദ്ദേഹം പറഞ്ഞു. താമസം നിയമവിധേയമാക്കുകയോ അതല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യേണ്ട അവസാന സന്ദർഭമാണിത്. സൗദി ഭരണകൂടം വലിയ ഉദാരതയാണ് ഇതിനകം പ്രവാസികൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിലെ സന്നദ്ധ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും കൂട്ടായ നീക്കമാണ് 10,000-ങ്ങൾക്ക് ഔട്ട് പാസ് നൽകുന്നതുൾപ്പെടെ ഭാരിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതിന് പിന്നിലെന്നും അംബാസഡർ കൂട്ടിച്ചേർത്തു. In close coordination with us, it is with their cooperation that we have been able to achieve this objective. MC Nasser, Media 1, Riyadh. അനധികൃത താമസക്കാർക്ക് പദവി ശരിയാക്കാൻ നൽകിയ അവസരം ഇതുവരെയായി 10 ലക്ഷത്തിലധികം പേർ ഉപയോഗപ്പെടുത്തിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇതിനായി അനുവദിച്ച അന്തിമ സമയപരിധി നവംബർ 3-ന് അവസാനിക്കാനിരിക്കെ ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചേർത്ത സാമൂഹിക പ്രവർത്തകരുടെ യോഗത്തിലാണ് അംബാസഡർ ഹാമിദ് അലി റാവു ഇത് സംബന്ധിച്ച പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. കുവൈത്തിൽ ഗാർഹിക ജോലിക്കാർക്ക് തൊഴിൽ വിസയിലേക്ക് മാറാൻ താൽക്കാലിക അനുമതി. സ്പോൺസറുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സ്ഥാപനങ്ങളിലേക്ക് മാത്രമേ വിസ മാറ്റത്തിന് അനുമതിയുള്ളൂ. കടുത്ത നിബന്ധനകൾ പ്രകാരം ഇളവ് പ്രയോജനപ്പെടുത്താനാകാതെ പ്രവാസികൾ ബുദ്ധിമുട്ടുകയാണ്.
തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൽ മൊഹസിൻ അൽ മുത്തേരിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്.